നായരമ്പലം ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ പുത്തൻ കടപ്പുറത്ത് അതിരൂക്ഷമായ കടൽകയറ്റത്തെ തുടർന്ന് ശ്രീ ഷൺമുഖവിലാസം അരയസഭ ബാലമുരുകസ്വാമി ക്ഷേത്രത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് ക്ഷേത്രത്തിന് നാശനഷ്ടം സംഭവിച്ചു. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഒഴുകിപ്പോയി. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ജിയോ ബാഗ് ശക്തമായ തിരയിൽ തകർന്നു. ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വെള്ളം കയറിയാൽ ക്യാമ്പിൽ പോകേണ്ട അവസ്ഥയാണുള്ളത്. അധികൃതരും ജനപ്രതിനിധികളും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതിയുമുണ്ട്. മൊത്തം ഇവിടെ കടൽ കയറിയൊക്കെയാണ്. മൊത്തം കടലെന്ന് പറഞ്ഞാൽ മൊത്തം കടൽ കയറി മൊത്തം നശിച്ചിരിക്കുകയാണ്. നമ്മുടെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ മതിൽ യക്ഷിയുടെ വിഗ്രഹങ്ങൾ മുഴുവനും കടലിലോട്ട് ഒഴുകിപ്പോയി. മൊത്തം നശിച്ചിരിക്കുകയാണ്. അകത്തോട്ട് വെള്ളം കയറി. ഏകദേശം ഒരു 12:45 1:15 എല്ലാം തീർന്നു അന്നേരത്ത്. ആ സമയത്ത് അതിരൂക്ഷമായ കടലായിരുന്നു. പിന്നെ ഈ അയ്യപ്പൻ അമ്പലത്തിൻ്റെ മുകളിൽ കൂടിയാണ് കടൽ കയറിയത്. അതിൻ്റെ ആഘാതത്തിലാണ് ഈ മതിലിടിഞ്ഞ് പോയത്. മതിലിടിഞ്ഞ് യക്ഷിത്തറയുടെ മതിലിടിഞ്ഞ് യക്ഷിത്തറ കംപ്ലീറ്റ് പോയി. അമ്പലത്തിനകത്ത് വെള്ളം കയറി. അമ്പലത്തിനകത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഒഴുകിപ്പോയി. പിന്നെ ഓഫീസ് എൻ്റെ അകത്തുള്ള വെള്ളം അകത്ത് മൊത്തം വെള്ളം കയറി. ഓഫീസ് ഫയലൊക്കെ നശിച്ച്, അലമാര നശിച്ച്, എല്ലാം നശിച്ചെടുക്കുകയാണ്. ഓഫീസറല്ലാതെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുള്ളതാണ്. പഞ്ചായത്ത് മെമ്പർമാർ വന്ന് അവർ പോയിട്ട് അവർക്ക് ഗ്രാമസഭയാണ് വലുതെന്നും പറഞ്ഞാണ് അവർ പോയേക്കണത്. ആ ഗ്രാമസഭ എത്രത്തോളം എത്തും? ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഗ്രാമസഭകളാണ്, അല്ലെങ്കിൽ ജനങ്ങളെ ഭരിക്കാനുള്ള ഗ്രാമസഭകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ വെള്ളക്കയറ്റം ഈ 12-ാം വാർഡിൽ തീരപ്രദേശത്തുണ്ടായിട്ട് യാതൊരു നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഈ വില്ലേജിൻ്റെ ഭാഗത്തുനിന്നോ പിന്നെ അതുപോലെ തന്നെ തഹസിൽദാരോ ഒരാളും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന് ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കും.